എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മത്തങ്ങ പച്ചടിയാണ്. വളരെ രുചികരമായിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ തനി നാടൻ ഒഴിച്ചുകറിയാണ്. ഇത് സദ്യകളിലും മറ്റുള്ള ആവശ്യങ്ങളിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു പച്ചടി നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നല്ല സ്വാദാണ്, ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രുചിയാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നല്ലൊരു മത്തങ്ങ പച്ചടി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. മത്തങ്ങ പച്ചടി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഇതുപോലൊരു കഷ്ണം മത്തങ്ങ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 5 പേർക്ക് സെർവ് ചെയ്യാനുള്ള അളവാണ്. അപ്പൊ നമുക്കിതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ കഷ്ണങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചു കൂടി എടുക്കാം. അങ്ങനെ മത്തങ്ങ വേവിക്കാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. മത്തങ്ങ കഷ്ണങ്ങൾ നല്ല വെണ്ണ പോലെ തന്നെ വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. 1/2 സ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർക്കാം. 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മത്തങ്ങ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചു എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് 300 മില്ലി കട്ട തൈരിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിന്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് വെക്കണം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 മുറി നാളികേരവും 1 ടീസ്പൂൺ കടുകും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ ഈ കഷ്ണങ്ങളിലുള്ള അധിക വെള്ളം നമുക്കൊന്ന് വറ്റി കിട്ടണം. തുറന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ നാളികേരം നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയിലുള്ള വെള്ളം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരക്കൂട്ട് ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ തീയിലിപ്പോ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളവും നാളികേരക്കൂട്ടൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു പച്ചടിയുടെ ചെറിയ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പച്ചടിയുടെ ചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ചേർക്കാം. തൈര് പുളിപ്പനുസരിച്ചിട്ടായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള മത്തങ്ങ പച്ചടി ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്കൊരു കടുക് കൂടെ വറുത്ത് ചേർക്കണം. പുളിപ്പ് നോക്കിയിട്ട് വേണം തൈര് വീണ്ടും ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പച്ചടി അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ നല്ല കട്ടിയായിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ പച്ചടിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർക്കാം. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്നും പച്ചടിയെ മാറ്റാം. വറവ് താളിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. 2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർക്കാം. താളിപ്പൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ചേർക്കാം. താളിപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചുകൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മത്തങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ പച്ചടി എല്ലാവരും വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.